JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കുംഭമാസ ഫലമാണ്. കുംഭമാസ ഫലത്തിൽ ഇനിയും അപ്ലോഡ് ചെയ്യാനുള്ളത് കുംഭം മീനം രാശിക്കാരുടെ ഫലമാണ്. ആദ്യമായി കുംഭൻ രാശി. കുംഭൻ രാശി എന്ന് പറയുമ്പോൾ അവിട്ടത്തിൻ്റെ 3-4 പാദങ്ങളും ചതയവും പൂരിട്ടാതിയുടെ 1-2-3 പാദങ്ങളിൽ ചേരുന്നതാണ്. ഈ മാസം കുംഭൻ രാശിയിൽ സൂര്യനും ശനിയും നിൽക്കുകയാണ്. കുംഭം പകുതി വരെ, അതായത് ഫെബ്രുവരി 27 വരെ കുംഭൻ രാശിയിൽ ബുധനും, അത് കഴിഞ്ഞ് ബുധൻ നീചരാശിയായി മീനത്തിലേക്ക് മാറും. ശുക്രനും രാഹുവും മീനത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇടവത്തിൽ വ്യാഴവും, മിഥുനത്തിൽ ചൊവ്വയും, കന്നിയിൽ കേതുവുമാണ് ഈ മാസത്തെ ഗ്രഹനിലയിൽ വരുന്നത്. ഫെബ്രുവരി 24 മുതൽ ശനി മൗഢ്യത്തിലും ചൊവ്വ വക്രത്തിലും വരും. സൂര്യൻ ജന്മരാശിയിൽ നിൽക്കുന്ന മാസമാണ്. പൊതുവെ മുടികൊഴിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പല കാര്യത്തിലും ഒരുതരം മടിയും അലസതയും അനാവശ്യമായ കോപവും ഒക്കെ ഉണ്ടാകാനും ശാരീരികമായി എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നമുള്ളവരെ അത് സൂക്ഷിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. യാത്രാക്ലേശവും സാമ്പത്തികമായ ചില നഷ്ടങ്ങളും വരാം. കുംഭൻ രാശിക്കാർക്ക് 5-ൽ ചൊവ്വ നിൽക്കുമ്പോൾ മനസ്സിൽ ടെൻഷനും ഒരുതരം വാശിയും പ്രയാസങ്ങളും ചില വിഷമതകളും ഇങ്ങനെയൊക്കെ തോന്നുന്ന ഒരു സമയമാണ്. സന്താനങ്ങളുടെ കാര്യത്തിൽ ചില പ്രയാസങ്ങളൊക്കെ വരാൻ കൂടുതൽ സാധ്യതയുണ്ട്. ഫെബ്രുവരി 24 മുതൽ ചൊവ്വ വക്രഗതിയിലാണ്. അത് അല്പം ആശ്വാസം തരുന്ന കാര്യമാണ്. ബുധൻ ജന്മരാശിയിൽ ഈ മാസത്തിൻ്റെ പകുതി വരെ നിൽക്കും. സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും ചില മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. വിദ്യാഭ്യാസത്തിലും സുഹൃത്തുക്കളുടെ ഇടയിലും ഉണ്ടായ ചില പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരവും ഈ മാസം കണ്ടെത്താൻ സാധിക്കും. ജന്മരാശിയിലെ ശനി ആരോഗ്യ പ്രശ്നങ്ങളും മനപ്രയാസവും അന്യദേശവാസവും ചില വേർപാടുകളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാലും വീട്ടിൽ ചില മംഗളകർമ്മങ്ങളോ ആഘോഷങ്ങളോ നടക്കാനുള്ള സാധ്യതയും അത്തരം തീരുമാനങ്ങളുമൊക്കെ ഉണ്ടാകാം. വീട് പണി കഴിഞ്ഞ് താമസം തുടങ്ങുന്ന സാഹചര്യമോ അല്ലെങ്കിൽ വീട് മൂടി പിടിപ്പിക്കുന്ന കാര്യമോ ഏതെങ്കിലുമൊക്കെ വീട്ടുപകരണങ്ങളൊക്കെ വാങ്ങിക്കുന്ന കാര്യമോ, ഇതെല്ലാം സാമ്പത്തികമായ പ്രശ്നങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനൊക്കെ ചില പരിഹാരങ്ങൾ ഉണ്ടാകും എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സ്ത്രീകളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, അതായത് വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്ക്, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഗുണകരമാണ്. അന്യദേശത്ത് പോകേണ്ടി വരുന്ന ചില സാഹചര്യം വരാം. സന്താനങ്ങളുടെ ആവശ്യത്തിനായിട്ട് ലോൺ എടുക്കേണ്ട സാഹചര്യവും, അതുപോലെ സഹായിക്കുമെന്ന് കരുതിയിരുന്ന ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ അല്പം ഒഴിഞ്ഞു മാറി അവരെ സഹായിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നെന്ന് വരാം. സഹായിക്കാൻ മറ്റ് ചിലർ മുന്നോട്ട് വരികയും ചെയ്യും. നല്ല വസ്ത്രാഭരണങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യവും ഒക്കെ വരും. പൊതുവേ നോക്കുമ്പോൾ ചില പ്രയാസങ്ങൾ ഉണ്ടാകുമെങ്കിലും കുടുംബത്തിൽ സന്തോഷവും ഒത്തുചേരലും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹകരണവും ഒക്കെ ഉണ്ടാകുന്ന സന്ദർഭങ്ങളൊക്കെ വരും. ഭൂമി സംബന്ധമായ ഗുണം ഉണ്ടാകാം. ഭൂമി കാണിച്ച് ലോൺ എടുത്തവർക്ക് അത് തിരികെ എടുക്കാനുള്ള അവസരവും, അതുപോലെ സ്വർണം നഷ്ടപ്പെടുമോ എന്ന് സംശയിച്ചവരെ സംബന്ധിച്ച് അത് തിരികെ ലഭിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും. അതുപോലെ വാഹനം വാങ്ങുന്നതിനുള്ള സാഹചര്യവും, മാതാവിൽ നിന്ന് നല്ല സഹായവും, മാതൃകുടുംബത്തിലുള്ളവരുടെ നല്ല സഹായവും സഹകരണവും സാമ്പത്തിക ലാഭവും ഒക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. വിദ്യാഭ്യാസം കഴിഞ്ഞ് നിരാശരായി കഴിയുന്നവരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ സാധ്യതയ്ക്കുള്ള ചില സാധ്യതകളും ഉണ്ട്. ബുധൻ്റെ നീചരാശി നിൽക്കുന്ന സമയത്ത്, അതായത് ഫെബ്രുവരി 27 മുതൽ പരീക്ഷ എഴുതുന്നവർക്ക് വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും അതിനുവേണ്ട തയ്യാറെടുപ്പൊക്കെ നടത്തുന്നത് വളരെ നല്ലതാണ്. സാമ്പത്തികമായ ഗുണവും അതുപോലെ തന്നെ ചിലവും വരുന്ന ഒരു മാസമാണ്. ബുദ്ധിമോശം വരാതെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൂടെ നിൽക്കുന്നവരെ കൂടി പരിഗണിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ല കാര്യം. മീനൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ പൂരിട്ടാതിയുടെ 4-ാം പാദം, ഉത്രട്ടാതി, രേവൽ, ഇതാണ് മീനൻ രാശിക്കാർ. മീനൻ രാശിക്കാരുടെ പ്രവർത്തികൾ പലർക്കും ഇഷ്ടപ്പെടാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. വീട്ടിൽ ഉള്ളവർ തന്നെ പല കാര്യത്തിലും വിയോജിപ്പ് രേഖപ്പെടുത്താം. ചില കാര്യങ്ങൾ നല്ലതാണെങ്കിലും അത് ചിലരോടുള്ള വാശി മൂലം മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കാം. നല്ല കാര്യങ്ങൾ ചെയ്താലും അവസാനം
അത് ഫലപ്രദമായി വരാനുള്ള സാഹചര്യം കുറയും. ശുക്രൻ്റെ ഉച്ചരാശിയും രാഹു യോഗവും ജന്മരാശിയിലാണ് നിൽക്കുന്നത്. ജീവിതം ആഘോഷിക്കുക, സുഖിക്കുക, ഇഷ്ടപ്പെട്ട ഭക്ഷണം, ഇഷ്ടമുള്ളവരോട് കൂടുതൽ അടുപ്പം, സാമ്പത്തിക കാര്യങ്ങളിൽ അനാവശ്യ ചെലവുകൾ എന്നിവയൊക്കെ ഉണ്ടാകും. ജീവിതം സന്തോഷിക്കാനും സുഖിക്കാനുമുള്ളതാണ് എന്ന ചിന്ത വരും. ഇതിൻ്റെ പേരിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും വീട്ടിലുണ്ടാകാം. വേണ്ടാത്ത ചില ബന്ധം പറഞ്ഞു ചിലരുടെ ലഹരി ഉപയോഗം തടയുന്ന ചില സാഹചര്യങ്ങളും വരാം. പൊതുവെ നോക്കുമ്പോൾ ജീവിതത്തിൽ ചെറിയൊരു മാറ്റം വരുന്നതായി തോന്നും. നല്ല വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, നല്ല വസ്ത്രം, അതുപോലെ സൗന്ദര്യവർദ്ധന വസ്തുക്കൾ, ഇവയുടെ ഉപയോഗവും ഇങ്ങനെയൊക്കെ, അതായത് സുഖവും സന്തോഷവും വർദ്ധിക്കുക, സുഖസൗകര്യങ്ങളും അതുപോലെ ആഡംബരത്വവും കൂട്ടുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ മറ്റു ചിലർക്ക് ഇതൊക്കെ കാണുമ്പോൾ ചില അസൂയൊക്കെ ഉണ്ടാവുകയും ചെയ്യും. കൂടെ നിന്ന ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഫെബ്രുവരി 27 ശേഷം അവരകന്നു നിൽക്കുകയോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം മൂലം ചില ശത്രുതാ മനോഭാവം വെച്ചു പുലർത്തുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യത വരും. വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കും യുവതീ യുവാക്കൾക്കും ഈ സമയം നല്ലതല്ല. പ്രതീക്ഷിക്കാത്ത പല മാറ്റങ്ങളും ഉണ്ടാകാം. വിമർശനങ്ങളും ഉപദേശങ്ങളും ഒന്നും ഈ സമയത്ത് മീനൻ രാശിക്കാരെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. മീനൻ രാശിക്കാർ പ്രത്യേകിച്ച് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം യാത്ര, വഴിയിലുള്ള അപകടങ്ങൾ, വഴക്ക്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ഭൂമി സംബന്ധമായ കാര്യത്തിൽ പ്രയാസമൊക്കെ ഉണ്ടാകാം. സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ചിലപ്പോൾ കലഹത്തിലും ചില വഴക്കിലുമൊക്കെ കലാശി. തൊഴിൽ രംഗത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാകാം. കൂടെ ജോലി ചെയ്യുന്നവർ ചിലപ്പോൾ ഒറ്റപ്പെടുത്താനുള്ള സാഹചര്യം വരും. തൊഴിൽപരമായി ചില ബുദ്ധിമോശം വരാനുള്ള സാഹചര്യവും ഉണ്ട്. സർക്കാർ സംബന്ധമായ ജോലി ചെയ്യുന്നവർ ബുദ്ധിമോശം ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. പണവും മദ്യവും മറ്റു പല സഹായങ്ങളും സ്വീകരിച്ച് വഴിവിട്ട സഹായം ചെയ്തു കൊടുക്കുന്നവർ വളരെയേറെ സൂക്ഷിക്കേണ്ട സമയമാണ്. ഈ മാസം ആരോഗ്യ സംബന്ധമായി പ്രശ്നമുള്ളവരും സൂക്ഷിക്കണം. ജന്മരാശാധിപനും 10ാം ഭാവാധിപനുമായ വ്യാഴം 3-ൽ നിൽക്കുന്ന സമയമാണ്. കാര്യനാശവും സ്ഥാനഭ്രംശവും ധനനഷ്ടവും ബുദ്ധിമോശവും സംഭവിക്കാവുന്ന സമയമായതുകൊണ്ടാണ് ഇതൊക്കെ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞത്. ജാതകത്തിൽ വ്യാഴം മോശമായിട്ട് നിൽക്കുന്നവർക്കും ഈ ഗോചരത്തിലെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ ഈശ്വരാധീനം വളരെ മോശമായിരിക്കും. ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ, ദേവസ്വം ബോർഡിലെ ജോലിക്കാർ, അഗ്രികൾച്ചർ മേഖലയിൽ ജോലി ചെയ്യുന്നവർ, വിദ്യാഭ്യാസ വകുപ്പിലെ ജോലിക്കാർ, ഇങ്ങനെയുള്ളവരൊക്കെ വളരെയേറെ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ മീനൻ രാശിക്കാരെ സംബന്ധിച്ച് നിലവിലുള്ളത്. മീനൻ രാശിക്കാർക്ക് മെച്ചപ്പെട്ട പല നല്ല അനുഭവങ്ങളും സുഖങ്ങളും ഒക്കെ ലഭിക്കുമ്പോൾ തന്നെ ശ്രദ്ധക്കുറവും ബുദ്ധിമോശവും മൂലം പിടിവാശി, ഇതൊക്കെ കൊണ്ട് പല അബദ്ധങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മാസമാണ് ഈ മാസം എന്ന് നിങ്ങളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരികിൽ ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.